നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. അതേപോലെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ പ്രിലിംസ് ബേസ്ഡ് എംസിക്യൂവും സോൾവ് ചെയ്തായിരിക്കും ഈ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ ഇതിന്റെ 3 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സൈക്ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. സൈക്ലോൺ റേമലുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസം ഈ പറഞ്ഞ പോലെ ബേ ഓഫ് ബംഗാളുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ സൈക്ലോണിക് കണ്ടീഷൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ സെക്കൻഡ് വൺ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കാൻ പോകുന്ന ഒരു ആർട്ടിക്കിളാണ് IMEC എന്ന് പറയുന്നത്. IMEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നുള്ളതാണ് ഇതിന്റെ ഷോർട്ട് ഫോം ആണ് IMEC എന്ന് പറയും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ബേസിക്കലി നമുക്ക് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വെച്ചിട്ട് G20യുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ G20 മീറ്റിംഗിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ ആഭിമുഖ്യത്തിൽ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ മീൻസ് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു കോറിഡോർ ആണ്, ഒരു എക്കണോമിക് കോറിഡോർ ആണ് IMEC എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി വിശേഷിപ്പിച്ചിരുന്നത് ചൈനയുടെ ഈ പറഞ്ഞ പോലെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് എന്താ പറയുക ഒരു ബദൽ മാർഗമായിട്ട് അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ പാകത്തിലേക്ക് IMECക്ക് വളരാൻ സാധിക്കും എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ഇമ്പോർട്ടന്റ് രാജ്യങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ IMECക്കകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ ഈ പറഞ്ഞത് ശരിക്കും പൂർത്തീകരിച്ചിട്ടില്ല. ഇതൊരു പ്രൊപ്പോസൽ സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു മിഡിൽ ഈസ്റ്റ് മേഖലകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധ പ്രശ്നങ്ങൾ ഈ IMECയുടെ ഫൈനലൈസേഷൻ അതൊരു വെല്ലുവിളിയായിട്ട് മാറിയേക്കാം എന്ന രീതിയിലേക്ക് പുറത്തു വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധങ്ങൾ, ആ ഒരു മേഖലയിലെ വാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗാസ വാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ IMEC അതൊക്കെ ആ റൂട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ആ ഒരു IMECയുടെ ഫൈനൽ പ്രൊപ്പോസലിന് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം എന്ന രീതിയിലേക്ക് പുറത്തേക്ക് വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നമുക്ക് എഡിറ്റോറിയൽ പേജിൽ IMECയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ ഇന്ന് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ തേർഡ് വണ്ണും നമുക്ക് എഡിറ്റോറിയൽ പേജിലെ സൈഡ് എഡിറ്റോറിയലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അന്റാർട്ടിക് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. മീൻസ് ഈ അന്റാർട്ടിക് ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പറഞ്ഞ ഒരു ആനുവൽ കോൺഫറൻസ് ഈ പറഞ്ഞ നമ്മുടെ അടുത്ത ദിവസം നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് അന്റാർട്ടിക് ട്രീറ്റിയുടെ കുറിച്ചിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. സോ ഈ 3 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസും പിന്നെ നമ്മൾ പ്രിലിംസിന്റെ MCQവും കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് ടൈം കളയേണ്ട ഫസ്റ്റ് ആർട്ടിക്കിലേക്ക് നീങ്ങാം. ഫസ്റ്റ് ആർട്ടിക്കിൾ സൈക്ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. സൈക്ലോൺ റേമൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൈക്ലോൺ റേമൽ ലൈക്ലി ടു മേക്ക് ലാൻഡ് ഫോൾ നിയർ ബേ ഓഫ് ബംഗാൾ ടുമാറോ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എന്നും പറയുന്നതാണ്, ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിക്കുമ്പോഴേക്കും അതിനകത്ത് കീവേഡുകളായിരിക്കണം നമ്മൾ ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ കീവേഡ്സ് എന്ന് പറയുമ്പോഴേക്കും സൈക്ലോൺ ആണ് അല്ലെ. ഈ ഒരു ആർട്ടിക്കിൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്ന സൈക്ലോൺ ആണ്. പിന്നെ ഇതിന്റെ സൈക്ലോണിന്റെ പേരാണ് റേമൽ എന്ന് പറയുന്നത്. നാളെ പറഞ്ഞ പോലെ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു സൈക്ലോണിന്റെ പേരാണ്. അപ്പോൾ എങ്ങനെയാണ് സൈക്ലോൺസ് അല്ലെങ്കിൽ ആരാണ് സൈക്ലോൺസിന് നെയിം കൊടുക്കുന്നത്, അതിന്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് ആക്ച്വലി നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ് വളരെയധികം പ്രാധാന്യമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന സൈക്ലോണിനെ കുറിച്ചിട്ടാണ്. അതിനുശേഷമാണ് അതിന്റെ നോമൻക്ലേച്ചറിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സൈക്ലോൺസ് എന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് സൈക്ലോൺസ് എന്നുള്ളത്. സോ ആക്ച്വലി സൈക്ലോൺസ് ആർ റാപ്പിഡ് ഇൻവേർഡ് എയർ സർക്കുലേഷൻ അറൗണ്ട് എ ലോ പ്രഷർ ഏരിയ. ഒരു ലോ പ്രഷർ ഏരിയ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിൻഡിന്റെ അല്ലെങ്കിൽ എയറിന്റെ ഒരു ഇൻവേർഡ് എയർ സർക്കുലേഷനെ വിളിക്കുന്ന പേരാണ് സൈക്ലോൺസ്. ഇത് പറയുമ്പോഴേക്കും നമ്മൾ ഈ ലോ പ്രഷർ ഏരിയ എന്ന് പറയുമ്പോഴേക്കും കാറ്റ് അല്ലെങ്കിൽ വിൻഡ് എപ്പോഴും മൂവ് ചെയ്യുന്ന മീൻസ് കാറ്റിന് ഈ പറഞ്ഞ പോലെ നമ്മൾ വിളിക്കുന്ന വിൻഡ് എപ്പോഴും മൂവ് ചെയ്യുന്ന ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കാണ് എപ്പോഴും കാറ്റ് മൂവ് ചെയ്യുന്നത്. ആ കാര്യം നമുക്ക് ബേസിക്കലി അറിയാവുന്ന ഒരു പഠിക്കുന്ന കാര്യമാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഹൈ പ്രഷറിൽ നിന്നുമാണ് താരതമ്യം എങ്ങോട്ടേക്ക് വിൻഡ് മൂവ് ചെയ്യുന്നത്, ലോ പ്രഷറിലേക്ക്. നമ്മൾ ഈ ഹൈ പ്രഷർ ലോ പ്രഷർ എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊരു കമ്പാരിസന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഹൈ പ്രഷർ എന്ന് പറയുമ്പോഴേക്കും അവിടെ ടെമ്പറേച്ചർ പൊതുവിൽ കുറവായിരിക്കും, ടെമ്പറേച്ചർ താരതമ്യേന കുറവായിരിക്കും. ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇതിനെ അപേക്ഷിച്ച് എന്ത് കൂടുതലായിരിക്കും, ചൂട് കൂടുതലാകുമ്പോഴേക്കും അവിടുത്തെ പ്രഷറിൽ വേരിയേഷൻ വരും. അങ്ങനെ അത് ലോ പ്രഷർ ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പാരിസൺ ആണ്. ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളെ കമ്പയർ ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലം ഹൈ പ്രഷർ ആയിട്ട് മാറും, ടെമ്പറേച്ചർ കുറവുള്ള ഏരിയ ലോ പ്രഷർ ആയിട്ട് മാറും. സോ അപ്പം നോർമലി കാറ്റ് എങ്ങോട്ടേക്ക് വീശും, ആ ഒരു ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്ക് വീശാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സീ ബ്രീസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്, കാറ്റിൽ നിന്ന് കടൽ ഭാഗത്തു നിന്നും നമ്മുടെ കരയിലേക്ക് വീശുന്ന ഒരു കാറ്റാണ്. സോ ആ ഒരു സീ ബ്രീസ് ബേസിക്കലി ഒക്കെ അറിയാൻ കാരണം എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു കടലിനെ അപേക്ഷിച്ചിട്ട് കരയുടെ ടെമ്പറേച്ചർ, നമ്മുടെ ലാൻഡ് ഏരിയയുടെ ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും കരയിൽ ലാൻഡിൽ എന്ത് ഡെവലപ്പ് ചെയ്യും, ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യും കമ്പയർഡ് ടു ദ സീ. അപ്പോൾ അവിടെ നിന്നും കാറ്റ് നമ്മുടെ കരയിലേക്ക് വീശാനായിട്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ സീ ബ്രീസ് എന്ന് വിശേഷിപ്പിക്കുന്നു. നേരെ തിരിച്ചുള്ള കണ്ടീഷനാണ് ലാൻഡ് ബ്രീസ് ആയിട്ട് മാറപ്പെടുന്നത്. അപ്പോൾ എനിവേ സൈക്ലോൺസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ദേ ആർ റാപ്പിഡ് ഇൻവേർഡ് എയർ സർക്കുലേഷൻ അറൗണ്ട് എ ലോ പ്രഷർ ഏരിയ. ഒരു ലോ പ്രഷർ ഏരിയ ചുറ്റും അല്ലെങ്കിൽ ഒരു ലോ പ്രഷർ ഏരിയ കേന്ദ്രീകരിച്ചിട്ടുള്ള റാപ്പിഡ് ഇൻവേർഡ് എയർ മൂവ്മെന്റ്. ഇപ്പൊ ഇതൊരു ലോ പ്രഷർ ഏരിയ ആണെങ്കിൽ ഇതിനെ കേന്ദ്രീകരിച്ച് വിൻഡ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങോട്ടൊരു ഇൻവേർഡ് മൂവ്മെന്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്, സൈക്ലോൺസ് ആയിട്ട് വിശേഷിപ്പിക്കും. ഒരു ഇൻവേർഡ് മൂവ്മെന്റ് അല്ല, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വരുന്ന കാറ്റുകൾ ഈ പറഞ്ഞ പോലെ സ്പൈറൽ ചെയ്ത് അതിന്റെ മുകളിലേക്ക് ഈ പറഞ്ഞ പോലെ അപ്വേർഡ് ആയിട്ടുള്ള ലിഫ്റ്റ് ഉണ്ടാവും. അത് പിന്നീട് ഈ പറഞ്ഞ പോലെ വലിയ അതിശക്തമായ മഴയുടെ രൂപത്തിലേക്ക് നമ്മുടെ തീരങ്ങളിലേക്ക് അടിച്ചു വരികയായിരിക്കും ചെയ്യുന്നത്. സോ ഇനിവ ഇങ്ങനെയാണ് ഒരു സൈക്ലോണിന്റെ ജസ്റ്റ് ഒരു ഈ പറഞ്ഞ ഒക്കറൻസ് പറയാൻ പറ്റുകയാണെങ്കിൽ, മീൻസ് ഇതിന്റെ പിക്ചർ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം.
ഒരു സൈക്ലോൺസിന്റെ പിക്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ട്, ഐ എന്ന് പറയുന്നത്. നോർമലി ലോ പ്രഷർ ഏരിയ അല്ലെങ്കിൽ ഈ ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയുന്ന ഒരു കാം ഏരിയ ആയിരിക്കും. പക്ഷേ അതിന്റെ പുറമേ ഉള്ള ഭാഗങ്ങൾ, അതിന്റെ ഔട്ടർ ഏരിയ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അൺസ്റ്റഡി ആയിട്ടുള്ള ഈ വയലന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും എൻ്റെ ഔട്ടർ ഏരിയയിൽ നമുക്ക് കാണേണ്ടി വരിക. സോ ഇവിടെയോട്ട് വരുന്ന എയർ ഈ പറഞ്ഞ പോലെ നോക്കി ഇവിടെ ഗ്രാജുവലി ഉണ്ട്, ആരോ മാർക്ക് കണ്ടില്ലേ, ഗ്രാജുവലി അപ്വേർഡ് മൂവ്മെന്റ് മുകളിലേക്ക് റൈസപ്പ് ആവും. ആ മുകളിലേക്ക് റൈസപ്പ് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ അത് പിന്നീട് ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ ഈ എന്താ പറയുക, അത് മഴയായിട്ട് മറ്റ് പല മേഖലകളിലേക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പോകുന്നത്. സോ എനിവേ അപ്വേർഡ് മൂവ്മെന്റ് ഇവിടെ നടക്കുന്നുള്ള കാര്യം ഓർക്കണം. ഇനി സൈക്ലോൺസിനെ ബേസിക്കലി അതുകൊണ്ടാണ് സൈക്ലോൺസ് ആർ യൂഷ്വലി അക്കമ്പനിഡ് ബൈ വയലന്റ് സ്റ്റോംസ് ആൻഡ് ബാഡ് വെതർ എന്ന് പറയുന്നത്. ഇനി സൈക്ലോൺസിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ പലപ്പോഴും നമുക്ക് UPSC ചോദിക്കാറുള്ളതാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇവ റൊട്ടേറ്റ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ്, അതായത് ഈ ഒരു ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവർ റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോഴേക്കും അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സൈക്ലോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. ദെൻ ഈ വേർഡ് സൈക്ലോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫൈൻഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് സൈക്ലോസ് മീനിങ് ദ കോയിൽസ് ഓഫ് എ സ്നേക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീക്ക് വേർഡ് എന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ് ഈ സൈക്ലോൺ എന്നുള്ള ഒരു വാക്ക്. മെയിൻ ആയിട്ട് ഈ പോയിന്റ് ഓർക്കണം, സൈക്ലോൺസ് റൊട്ടേറ്റ് ആന്റി ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ വേറാസ് ഇറ്റ് റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഇത് PYQസിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, കാണാൻ ചോദ്യം ഒക്കെ വരാറുള്ളതാണ്. ദെൻ സൈക്ലോൺസ് ആർ റാപ്പിഡ് ഇൻവേർഡ് എയർ സർക്കുലേഷൻ അറൗണ്ട് എ ലോ പ്രഷർ ഏരിയ, അറൗണ്ട് എ ഹൈ പ്രഷർ ഏരിയ എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം. അറൗണ്ട് എ ലോ പ്രഷർ ഏരിയയിലെ ഒരു റാപ്പിഡ് ഇൻവേർഡ് എയർ മൂവ്മെന്റ് ആണ് സൈക്ലോൺസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സൈക്ലോൺസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ സൈക്ലോൺസ് ആർ ക്ലാസിഫൈഡ് ടു ടൈപ്സ്. പ്രധാനമായിട്ടും സൈക്ലോൺസ് രണ്ട് രീതിയിൽ ക്ലാസിഫൈഡ് ആണ്, ട്രോപ്പിക്കൽ സൈക്ലോൺസും എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസും. ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ട്രോപ്പിക്കൽ റീജിയൻ, അതായത് ഇതിപ്പോൾ നമ്മുടെ ഗ്ലോബ് ആണെങ്കിൽ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണ് നമ്മുടെ ഇക്വേറ്റർ. ഇക്വേറ്ററിന് 23 ഡിഗ്രി മുകളിലേക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും 23.5 ഡിഗ്രി 23.5 ഡിഗ്രി സദേൺ ഹെമിസ്ഫിയറിലും കിടക്കുന്ന ഈ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ റീജിയൻ. ഓക്കെ, ട്രോപ്പിക്കൽ റീജിയൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ. ഓക്കെ, ആ മേഖലകൾ ഉണ്ടാകുന്ന സൈക്ലോൺസ് വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. എന്നാൽ ഇതിന് മുകളിലേക്ക് അതിനെ നമ്മൾ എക്സ്ട്രാ ട്രോപ്പിക്കൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്നും ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. സോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും കേപ്രിക്കോണിനും ഇടയിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ പോലെ സൈക്ലോൺസിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ദേ ആർ ലാർജ് സ്കെയിൽ വെതർ സിസ്റ്റംസ് ഡെവലപ്പിംഗ് ഓവർ ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ വാട്ടേഴ്സ് വെയർ ദേ ഗെറ്റ് ഓർഗനൈസ്ഡ് ഇൻ ടു സർഫസ് വിൻഡ് സർക്കുലേഷൻസ്. ദെൻ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എവിടെ ഉണ്ടാകുന്നതാണ്, ടെമ്പറേറ്റ് സോൺസിൽ അല്ലെങ്കിൽ ഹൈ ലാറ്റിറ്റ്യൂഡ് റീജിയൻ, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലേക്ക് അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് കേപ്രിക്കോൺ ഇങ്ങോട്ട് താഴേക്കും ആ മേഖലകൾ, എസ്പെഷ്യലി പറഞ്ഞ പോളാർ റീജിയൻസിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സാധനങ്ങൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവയെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഓർ ഈ പറഞ്ഞ പോലെ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മിഡിൽ ലാറ്റിറ്റ്യൂഡ് സൈക്ലോൺസ്, ഫ്രണ്ടൽ സൈക്ലോൺസ്, വേവ് സൈക്ലോൺസ്, ഇതെല്ലാം ഇതിന്റെ പേരാണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ പേരാണ്. ബട്ട് ആസ് ഫാർ ആസ് UPSC ഇസ് കൺസേൺ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ട്രോപ്പിക്കൽ റീജിയനിലാണ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട്. ആ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ നമ്മൾ പെടുന്ന കാരണം, എസ്പെഷ്യലി നമ്മുടെ അറേബ്യൻ സി ആയാലും അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഒക്കെ ആണെങ്കിലും ആ ട്രോപ്പിക്കൽ റീജിയൻ അണ്ടറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് അഫക്റ്റഡ് ആകുന്ന ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആയിരിക്കും. സോ നമ്മുടെ ക്വസ്റ്റ്യൻസിനും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഏതാണ്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സോ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആർ വയലന്റ് സ്റ്റോംസ് ദാറ്റ് ഒറിജിനേറ്റ് ഓവർ ഓഷ്യൻസ് ഇൻ ട്രോപ്പിക്കൽ ഏരിയാസ് ആൻഡ് മൂവ് ഓവർ ടു ദ കോസ്റ്റൽ ഏരിയാസ്, ബ്രിങ്ങിങ് അബൌട്ട് ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ വയലന്റ് വിൻഡ്സ്, വെരി ഹെവി റെയിൻഫോൾ ആൻഡ് സ്റ്റോം സർജസ് ആണ്. ഇപ്പോൾ ഈ സെന്റൻസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. കാരണം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണ് കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വീശുന്നത്, ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് എപ്പോഴും വീശുന്നത്. നമ്മൾ പൊതുവിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെയാണെങ്കിലും ഈ സൈക്ലോണിക് ആക്ടിവിറ്റീസ് പൊതുവിൽ കാണുന്ന ഈ ഒരു വേനൽക്കാലം അങ്ങോട്ട് അവസാനിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഈ വേനൽക്കാലം എന്ന് പറയുമ്പോഴേക്കും കമ്പാരിറ്റീവ്ലി നമ്മുടെ കോണ്ടിനെന്റൽ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടും. മീൻസ് ലാൻഡ് മാസസ് പെട്ടെന്ന് ഹീറ്റപ്പ് ആവും കമ്പയർഡ് ടു വാട്ടർ മാസസ്. വെള്ളത്തിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ലാൻഡ് മാസസ് ചൂടാവുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി കരയിൽ ഏത് ഡെവലപ്പ് ചെയ്യും, ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യും. എന്നാൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴേക്കും കടലിൽ വെള്ളത്തിൽ എങ്ങനെയായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് വീശും, കടലിൽ നിന്നും കരയിലേക്ക് വീശാനായിട്ട് തുടങ്ങും. അത് ആ ഒരു ലോ പ്രഷർ ഏരിയ കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആ ലോ പ്രഷർ ഏരിയ ഡെവലപ്മെന്റിൽ ആ ഒരു ശക്തമായിട്ടുള്ള കാറ്റുകൾ നീങ്ങുമ്പോഴേക്കും അതൊരു വയലന്റ് സ്റ്റോംസ് ആയിട്ട് അല്ലെങ്കിൽ സൈക്ലോൺസ് ആയിട്ട് രൂപപ്പെടുന്നത് നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ദെൻ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് നാച്ചുറൽ കലാമിറ്റീസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള നാച്ചുറൽ കലാമിറ്റിയിൽ ഒന്നാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസും. ദെൻ ഈ പറഞ്ഞ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒറിജിനേറ്റ് ആൻഡ് ഇന്റൻസിഫൈ ഓവർ വാം ട്രോപ്പിക്കൽ ഓഷ്യൻസ്. അതും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ട്രോപ്പിക്കൽ സൈക്ലോൺസ് എവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്, വാം ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നവയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തത് ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന കാര്യം പരീക്ഷയ്ക്ക് വളരെയധികം ആവശ്യമുള്ളതാണ്. മൾട്ടിപ്പിൾ ടൈംസ് UPSC PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ ഫോർമേഷന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കി 5 പോയിന്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ലാർജ് സീ സർഫസ് ടെമ്പറേച്ചർ വിത്ത് ഹയർ ദാൻ 27 ഡിഗ്രി സെൽഷ്യസ്. 27 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് സീ സർഫസ് ടെമ്പറേച്ചർ ആവശ്യമാണ് ഇതിന്. ഓക്കെ, ലാർജ് സീ സർഫസ് ടെമ്പറേച്ചർ വിത്ത്, ഓക്കെ സോറി,
ലാർജ് സീ സർഫസ് ടെമ്പറേച്ചർ ഹയർ ദാൻ 27 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു ഹയർ ദാൻ 27 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി പറയുവാണ്, ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ഇപ്പുറത്ത് സീ കിടപ്പുള്ള അറേബ്യൻ സീ ഉണ്ട്, ബേ ഓഫ് ബംഗാളും ഉണ്ട്. ഇതിൽ കൂടുതലായിട്ടും ഒക്കർ ചെയ്യുന്ന ബേ ഓഫ് ബംഗാളിലാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാകുന്നത്. കാരണം അറേബ്യൻ സീയേക്കാളും കുറച്ചുകൂടെ നാരോവർ ആണ്, കൂടുതൽ ലാൻഡ് ഏരിയയുമായിട്ട് കണക്റ്റഡ് ആണ് ബേ ഓഫ് ബംഗാൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് ഈ പറഞ്ഞ പോലെ ബേ ഓഫ് ബംഗാളിലേക്ക് ചെല്ലും കമ്പയർഡ് ടു അറേബ്യൻ സീ. കാരണം അറേബ്യൻ സീയിൽ കുറേ കൂടെ വൈഡർ ആണ്, കുറേ കൂടെ വാട്ടർ ബോഡി അതിനടുത്തുണ്ട്. സോ അതുകൊണ്ട് അറേബ്യൻ സീയിൽ കൂടുതൽ പെട്ടെന്ന് ചൂടാകുന്ന ഏതാണ്? ബേ ഓഫ് ബംഗാൾ ആണ്. ചൂട് വേണം എന്നുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ ആ ഒരു 27 ഡിഗ്രി സെൽഷ്യസ് കൂടുതലും ബേ ഓഫ് ബംഗാളിലായതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ബേ ഓഫ് ബംഗാളിൽ നമുക്ക് സൈക്ലോൺസ് കാണപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡ് മാറുന്നുണ്ട്. കാരണം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി എവിടെ കൂടുതൽ ഒക്കർ ചെയ്യുന്നുണ്ട്? അറേബ്യൻ സീൽ ഒക്കർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഷിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊതുവിൽ സയന്റിഫിക് ലോകം പറയപ്പെടുന്നത്. കാരണം അറേബ്യൻ സീൽ ഇപ്പോൾ കൂടുതലായിട്ട് ടെമ്പറേച്ചർ കൂടാനായിട്ട് തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ടൊക്കെ ഇപ്പോൾ അറേബ്യൻ സീൽ നമുക്ക് കൂടുതൽ സൈക്ലോൺസ് വിറ്റ്നസ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, സോ 27 ഡിഗ്രി സെൽഷ്യസ് മിനിമം വേണം. ദെൻ പ്രസൻസ് ഓഫ് കൊറിയോളിസിസ് ഫോഴ്സ്. കൊറിയോളിസിസ് ഫോഴ്സിന്റെ പ്രസൻസ് വേണം. കാരണം അതില്ലെങ്കിൽ വിൻഡിന് ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ തൊട്ടുമ്പോൾ ഇങ്ങനെ വരച്ച് കാണിച്ചായിരുന്നല്ലോ, ആ ഒരു വിൻഡ് ഡിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ. അതായത് വിൻഡിന് ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ കൊറിയോളിസിസ് ഫോഴ്സിന്റെ എഫക്റ്റ് വേണം. കൊറിയോളിസിസ് ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേറ്ററിൽ വിൻഡ് ഡിഫ്ലക്ട് ചെയ്യത്തില്ല. കാരണം അവിടെ കൊറിയോളിസിസ് ഫോഴ്സ് ആബ്സെന്റ് ആണ്. സോ പ്രസൻസ് ഓഫ് കൊറിയോളിസിസ് ആവശ്യമാണ്. ദെൻ എ സ്മോൾ വേരിയേഷൻ വെർട്ടിക്കൽ വിൻഡ് സ്പീഡ്. വെർട്ടിക്കൽ വിൻഡ് സ്പീഡിൽ ചെറിയൊരു വേരിയേഷനും കൃത്യമായിട്ട് വേണം. ആൻഡ് പ്രീ എക്സിസ്റ്റിംഗ് വീക്ക് ലോ പ്രഷർ ഏരിയ. ഓക്കെ, പ്രീ എക്സിസ്റ്റിംഗ് വീക്ക് ലോ പ്രഷർ ഏരിയ ഓർ ലോ ലെവൽ സൈക്ലോണിക് സർക്കുലേഷൻ. നമ്മൾ ഇതിന്റെ കാര്യം തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ലോ പ്രഷർ ഏരിയ കൃത്യമായിട്ട് വേണം, കാരണം കാറ്റിനെ മൂവ് ചെയ്യാനായിട്ട്. ദെൻ അപ്പർ ലെവൽ ഡൈവേർജൻസ് എബോവ് ദ സീ ലെവൽ സിസ്റ്റം. ഇവിടുന്ന് മുകളിലേക്ക് റൈസപ്പ് ആകുന്ന ആ ഒരു വാട്ടർ കണ്ടന്റ് അടങ്ങിയ കാര്യങ്ങൾ, എയർ മാസ് മുകളിൽ ചെന്ന് ഡൈവേർജ് ചെയ്തിട്ട് വേണം താഴേക്ക് വരാനായിട്ട്. സോ അതിനുവേണ്ടി അപ്പർ ലെവൽ ഡൈവേർജൻസ് ഷുഡ് ബി എബോവ് ദ സീ ലെവൽ സിസ്റ്റം. സോ ഇത്രയും 5 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ ഫോർമേഷന് അത് സഹായിക്കത്തുള്ളൂ. ഇതിന്റെ പിക്ചറാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അപ്പർ ലെവൽ ഡൈവേർജൻസ് കാണാൻ സാധിക്കും അല്ലേ? ഇവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഡൈവേർജ് ചെയ്യുന്നുണ്ട്. സോ അതേ സ്ഥാനത്ത് ലോവർ ലെവൽ കൺവേർജൻസ് ആണ്. ലോവർ ലെവലിൽ ഇങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നു, അപ്പർ ലെവലിൽ ഡൈവേർജൻസ്. ഇതാണ് ഐ വോൾ ഓഫ് ഐ എന്ന് പറയുന്ന ആ ഒരു സൈക്ലോൺ. അത് യൂഷ്വലി കാം ആയിരിക്കും, പക്ഷേ ഔട്ടർ റീജിയൻ പൊതുവിൽ ഈ പറഞ്ഞ പോലെ വയലന്റ് ആയിട്ടായിരിക്കും കാണപ്പെടാറുള്ളത്. ഓക്കെ, സോ പിന്നെ ഈ പറഞ്ഞ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് അല്ലെ ആരാണ് ഇതിന് പേര് കൊടുക്കുന്നതാണ്. ഇപ്പം സൈക്ലോൺ റിമൽ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ കുറെ നാൾക്ക് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ സൈക്ലോൺ ഫനി, വായു, അംഫൻ, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഇതിന് പേര് കൊടുക്കാൻ ചോദിച്ചാൽ ആക്ച്വലി ഇറ്റ്സ് ഡൺ ബൈ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. സോ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ ഇത്തരത്തിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ കേന്ദ്രീകരിച്ച് കാണപ്പെടുന്ന സൈക്ലോൺസിനെയാണ് നമ്മൾ ഈ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിന് പേര് നൽകാനായിട്ട് നമുക്ക് ഈ ഇന്ത്യൻ ഓഷ്യൻ ബൗണ്ടറി ചെയ്യുന്ന 8ഓളം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഈ പറഞ്ഞ ബംഗ്ലാദേശ്, ഇന്ത്യ, മാൽദീവ്സ്, മ്യാൻമാർ, ഒമാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്, ഈ രാജ്യങ്ങൾ, ഈ 8ഓളം രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് പേര് കൊടുത്തിട്ടുണ്ട്. അവർ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ പേരുകൾ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത പേരുകളിൽ നിന്ന് ഓർഡർ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ഉണ്ടാകുന്ന സൈക്ലോൺസിന് പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ഈ സൈക്ലോൺ റെമൽ എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്ന ഒമാനാണ്. ഓൾറെഡി ഒമാൻ കൊടുത്തിരുന്ന പേരാണ്. സോ ഇനി അടുത്തുണ്ടാകുന്ന സൈക്ലോൺ പാകിസ്ഥാൻ കൊടുത്ത പേരിൽ നിന്ന് പാകിസ്ഥാൻ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് പാകിസ്ഥാൻ കൊടുത്ത പേരെടുത്ത് അതിന് കൊടുക്കും. അതിനുശേഷം ശ്രീലങ്ക, പിന്നെ തായ്ലൻഡ്. ആ റൊട്ടേഷണൽ ബേസിസിലാണ് കയറി പോകുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള സൈക്ലോൺസ് മാത്രമേ വാർത്തയിൽ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പേരുകളും നമ്മൾ കേൾക്കാറില്ല. അതായത് സിവിയർ ആയിട്ടുള്ള സൈക്ലോൺസിന്റെ പേര് മാത്രമേ പൊതുവിൽ നമ്മൾ വാർത്തയിൽ ശ്രദ്ധിക്കാറുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ബട്ട് ഈ പേരുകളൊക്കെ തന്നെ ഈ 8 രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. അവർ ഓരോരുത്തരും ഒരു അവരുടെ ലിസ്റ്റ് കൊടുക്കും, ലിസ്റ്റ് ഓഫ് നെയിംസ് കൊടുക്കും. അതിൽ നിന്നും റൊട്ടേഷൻ അടിസ്ഥാനത്തെ നെയിമുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ കാണാം. ഈ വേൾഡിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കി ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഇവിടെ കാണാൻ സാധിക്കും. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഇന്ത്യൻ ഓഷ്യൻ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്ന സൈക്ലോൺസ് ആണ്. ദെൻ ഹറിക്കെയിൻസ് എന്ന് പറയുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ, അമേരിക്കയുടെ ആ ഭാഗങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഹറിക്കെയിൻസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ടൈഫോൺസ് എന്ന് പറയുമ്പോൾ ചൈന സീയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടൈഫോൺസ്. ദെൻ ഈ പറഞ്ഞ ഓസ്ട്രേലിയൻ തീരങ്ങളിൽ വില്ലി വില്ലീസ് എന്നുള്ള രീതിയിലും അറിയപ്പെടുന്നു ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് തന്നെയാണ് കേട്ടോ. അത്രയും പോയിന്റുകൾ, അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ട്രോപ്പിക്കൽ റീജിയനുള്ളിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ അത്രയാണ് ആ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. IMEC, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ പോലെ വലിയൊരു എക്കണോമിക് കോറിഡോറാണ്, വലിയൊരു എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാൻ പറ്റുന്ന ഒരു കോറിഡോർ കൂടിയാണ്. പക്ഷേ ഇപ്പം നിലവിലെ ഗാസ വാർ ഇതിന് വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ റിലേഷൻസിനകത്ത് ഇതുമായിട്ട് ചേർത്ത് വായിക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇറാനിലെ ചബഹാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് 10 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ നമ്മൾ എഗ്രിമെന്റ് ഒപ്പിട്ടാണ്, പക്ഷേ അതിനെ ഫൈനലൈസ് ചെയ്ത് ഇപ്പോഴാണ്. അതെല്ലാം ആ ഒരു പൊളിറ്റിക്കൽ ടെൻഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇറാനിലെ ചബഹാർ പോർട്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ IMEC കഴിഞ്ഞ G20 മീറ്റിംഗിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വെച്ചിട്ട് നടന്ന G20 മീറ്റിംഗിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു പോയിന്റ് ആയിരുന്നു, ഒരു എക്കണോമിക് കോഓപ്പറേഷൻ ആയിരുന്നു. ബട്ട്
ഇപ്പം നിലവിലെ ലോകത്തിൽ നടക്കുന്ന മറ്റ് പല പ്രശ്നങ്ങൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. സോ ബേസിക്കലി എക്സാമിന് പഠിക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പഠിച്ചിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വരാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇന്ത്യയിൽ നിന്നും പേര് പോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ്. അതായത് ഇവിടെ നിന്നും അങ്ങോട്ടേക്കും യൂറോപ്പിൽ നിന്നും ഇങ്ങോട്ടേക്കൊക്കെ തന്നെയുള്ള ഗുഡ്സുകളുടെ നീക്കം, ഗുഡ്സ് ആൻഡ് പീപ്പിൾ മൂവ്മെന്റ് ഒക്കെ തന്നെ ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ്. മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്ന് പറയുമ്പോഴേക്കും ഈ പിക്ചറിൽ കാണാം ഈ ഡോട്ടഡ് ലൈൻ സൂചിപ്പിക്കുന്നത് അത് ഷിപ്പിംഗ് ലെയിൻസ് ആണ്. മീൻസ് ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ യൂറോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ആദ്യം UAE ഭാഗത്തേക്ക് എത്തുന്നു, മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നു. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന ഷിപ്പിംഗ് ലൈൻസ് ആണ്, കപ്പൽ മാർഗത്തിലാണ് ഗുഡ്സ് കൊണ്ടുപോകുന്നത്. എന്നാൽ UAE ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ മീൻസ് ഡോട്ടഡ് അല്ല, മീൻസ് കംപ്ലീറ്റ് ലൈൻസ് ആണ് അവിടെ കാണുന്നത്. അത് സൂചിപ്പിക്കുന്ന റോഡ് കണക്ടിവിറ്റി മീൻസ് റോഡും ഉണ്ടാകും, അതേപോലെ റെയിൽ കണക്ടിവിറ്റി, കൂടുതൽ റെയിൽ കണക്ടിവിറ്റി ആയിരിക്കും ഈ ഭാഗങ്ങൾ വരുന്നത്. നേരെ തിരിച്ച് വീണ്ടും ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞ അപ്പുറം ഗ്രീസ് വരെയാണ് അതിന്റെ ഭാഗം ചെന്ന് നിൽക്കുന്നത്. അവിടെ നോക്കുമ്പോഴേക്കും ഡോട്ടർ ലൈൻസ് ആണ്, ഷിപ്പിംഗ് ലൈൻസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇസ്രായേലൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ ഒരു IMECയുടെ പുരോഗതിയെ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കൺസേൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി എന്നുള്ള കാര്യം ഓർക്കണം. റോഡ് സീ റൂട്ടുകളൊക്കെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ എനിവേ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഇതൊരു മൾട്ടി മോഡൽ കണക്ടിവിറ്റി വിച്ച് കൺസിസ്റ്റ് ഓഫ് റെയിൽ റോഡ്, ഷിപ്പ് ടു റെയിൽ നെറ്റ്വർക്ക് ആൻഡ് റോഡ് ട്രാൻസ്പോർട്ട് റൂട്ട്സ് എക്സ്റ്റെൻഡിങ് അക്രോസ് 2 കോറിഡോർസ്. ഇതിന് 2 കോറിഡോർസ് ആണുള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈസ്റ്റേൺ കോറിഡോർ കണക്ടിങ് ഇന്ത്യ ടു അറേബ്യൻ ഗൾഫ്, ഇന്ത്യയിൽ നിന്നും അറേബ്യൻ ഗൾഫ് പോലെയുള്ള ഈ പ്രദേശം, ഇത്രയും ഭാഗമാണ് ഇതിന്റെ ഈസ്റ്റേൺ കോറിഡോറും. ഇവിടെ നിന്നും യൂറോപ്പ് വരെയുള്ള ഭാഗമാണ് ഇതിന്റെ വെസ്റ്റേൺ കോറിഡോറായിട്ട് അറിയപ്പെടുന്നത്. സോ ഈസ്റ്റേൺ കോറിഡോർ കണക്ടിങ് ഇന്ത്യ ടു അറേബ്യൻ ഗൾഫ് ആൻഡ് നോർത്തേൺ കോറിഡോർ കണക്ടിങ് ഗൾഫ് ടു യൂറോപ്പ്. ഈസ്റ്റും നോർത്തും ആണ് പറഞ്ഞ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കാം. ഈസ്റ്റേൺ കോറിഡോർ ഇന്ത്യ ടു അറേബ്യൻ ഗൾഫും അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്നും ഈ പറഞ്ഞ യൂറോപ്പ് വരെയുള്ള ഭാഗം വിശേഷിപ്പിക്കപ്പെടുന്നത് അതിന്റെ നോർത്തേൺ കോറിഡോറുമായിട്ടാണ്. ഓക്കെ, സോ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേ ഈ പറഞ്ഞ പോലെ ഗുഡ്സ് മാത്രമല്ല, ഇലക്ട്രിക് കേബിളിന്റെ ട്രാൻസ്മിഷൻ ലൈൻസും അല്ലെങ്കിൽ പറഞ്ഞ ഹൈഡ്രജൻ പൈപ്പ് ലൈൻ ട്രാൻസ്മിഷൻസും ഹൈ സ്പീഡ് ഡാറ്റ കേബിൾ ട്രാൻസ്മിഷൻസും ഒക്കെ തന്നെ ഈ IMEC കോറിഡോറിന്റെ ഭാഗമായിട്ട് അവിടെ രൂപീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. സോ എനിവേ, ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് ആണ് കണക്ടിങ് ഇന്ത്യ ടു മിഡിൽ ഈസ്റ്റ് ആൻഡ് ദെൻ ടു യൂറോപ്പ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇന്ത്യക്കും യൂറോപ്പിനും തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി നെറ്റ്വർക്ക് ആണ് IMEC ആയി ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ഏതിന് കൗണ്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ഓപ്പോസിറ്റ് ആയിട്ട് കൗണ്ടർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നിലവിലാണെങ്കിലും ഇന്ത്യയിൽ നിന്നും യൂറോപ്പിന്റെ ഭാഗത്തേക്ക് ഗുഡ്സ് പോകുന്നത് ഷിപ്പ് മാർഗത്തിലൂടെയാണ്. അതും ഒരുപാട് റൂട്ട് വളഞ്ഞൊക്കെയാണ് പലപ്പോഴും പോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ഇതിലൂടെ ഈ പറഞ്ഞ പോലെ റെഡ് സീ ക്രോസ് ചെയ്ത്, അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് ഒരു കപ്പൽ പോയി ഇതിൽ റെഡ് സീയിലൂടെ ക്രോസ് ചെയ്ത് നമ്മുടെ സ്യൂസ് കനാൽ ക്രോസ് ചെയ്തിട്ടാണ് മെഡിറ്ററേനിയൻ ഓഷ്യൻ വഴി ഇങ്ങോട്ട് യൂറോപ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഷോർട്ടർ ആയിട്ടുള്ള പാത്താണ് ഈ IMECയിലൂടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഷോർട്ടർ പാത്ത് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും എഫിഷ്യൻസി വർദ്ധിക്കും, എക്കണോമിക് ആയിട്ടുള്ള എഫിഷ്യൻസി, ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കും, എസ്പെഷ്യലി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാൻ സാധിക്കും. കാരണം ഒരുപാട് നേരം വാഹനം ഓടിക്കുന്നതിന് പകരം കുറച്ച് ദൂരം പോകുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പറയാനായിട്ട് പറ്റും. എക്സ്പെക്ടഡ് ടു ട്രാൻസ്ഫോം ഇന്റഗ്രേഷൻ ഓഫ് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ തന്നെ ഒരു ഇന്റഗ്രേഷൻ, ട്രേഡ് കണക്ടിവിറ്റി ഇതിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളത് IMECയുടെ ഒരു പ്രധാന പോയിന്റ് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ദെൻ ഇതിന്റെ പ്രധാനപ്പെട്ട സിഗ്നേറ്ററീസ് ആരൊക്കെയാണ് ഇതിന്റെ ഭാഗമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ, US, സൗദി, ഈവൻ ഈ പറഞ്ഞ പോലെ US ഇപ്പം നിലവിൽ ഇതിന്റെ കണക്ഷന്റെ ഭാഗമായിട്ട് വരുന്നില്ല. കണക്ടിവിറ്റി നോക്കുമ്പോഴേക്കും യൂറോപ്പ് വരെ വരുന്നുള്ളൂ. പക്ഷേ അതിന്റെ സിഗ്നേറ്ററി ആണ് US. ഭാവിയിൽ അങ്ങോട്ടേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സൗദി അറേബ്യ, UAE, യൂറോപ്യൻ യൂണിയൻ, ഇറ്റലി, ഫ്രാൻസ് ആൻഡ് ജർമ്മനി, ഇത്രയും രാജ്യങ്ങളാണ് ഇതിന്റെ കറന്റ് സിഗ്നേറ്ററീസ് ആയിട്ടിരിക്കുന്നത്. ഇതിനകത്ത് കണക്റ്റഡ് പോർട്ട്സ് ഓർത്തിരിക്കുക. ഇന്ത്യയിലെങ്കിലും നമ്മൾ ഓർത്തിരിക്കണം, കാരണം ചോദ്യം വരാം. ഇന്ത്യയിൽ IMECയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോർട്ടുകൾ മുന്ദ്ര പോർട്ടാണ്, ഗുജറാത്തിലെ മുന്ദ്ര പോർട്ട്, ഗുജറാത്തിലെ കാണ്ഡ്ല പോർട്ടും അതേപോലെ നവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റുമാണ് ഇന്ത്യയിൽ ഇതിന്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ പറഞ്ഞ ഓർത്തില്ലെങ്കിലും ഇന്ത്യയുടെ ആ 3 പോർട്ടുകളും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇസ്രായേൽ നോക്കിയ ഹൈഫ പോർട്ട് ഇപ്പം വാർത്തയിലേക്ക് ഒരുപാടുള്ളതാണ്, അത് ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഇച്ചിരി ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ള. ഇങ്ങനെ വാർത്തയ്ക്കകത്ത് നമുക്ക് എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് വായിച്ചു പോകാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 3ാമത്തെ ആർട്ടിക്കിളിലേക്ക് കിടക്കുകയാണ്. അന്റാർട്ടിക് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സദേൺ സൊജോൺ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കും. ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മൾ എടുക്കാൻ കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 46 അറ്റ്ലാന്റിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ബേസിക്കലി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മെയ് 20 മുതൽ 30 വരെയാണ് നമ്മുടെ കൊച്ചിയിലാണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഒരു മീറ്റിംഗ് അല്ല ഇത് ആഗോള ഏകദേശം 56 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരാൻ സാധ്യതയുള്ള ഒരു മീറ്റിംഗ് കൂടിയാണ്. അത്തരത്തിലുള്ള വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉള്ളൊരു ട്രീറ്റിയാണ് അന്റാർട്ടിക് ട്രീറ്റി. അതിന്റെ ഓരോ വർഷം ഈ പറഞ്ഞ ഇത്തരത്തിൽ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യപ്പെടാറുണ്ട്. അത്
അത് ഈ വർഷം ഇന്ത്യയിൽ വെച്ചിട്ടാണ്, ഇന്ത്യയിലെ കൊച്ചിയിലാണ് ഇതിനെ വേദി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദെൻ ഈ ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഗോവയാണ്, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തുന്നത്. സോ ഇതിനകത്ത് എക്സാം വ്യൂ പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ അന്റാർട്ടിക് ട്രീറ്റി. കാരണം അന്റാർട്ടിക് ട്രീറ്റിയുടെ 46th കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് അന്റാർട്ടിക് ട്രീറ്റി എന്നുള്ളതാണ് ഇതിനകത്ത് എക്സാം വ്യൂ പോയിന്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ അതിന് അന്റാർട്ടിക്ക നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, ജോഗ്രഫി പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സൗത്ത് പോളിലാണ് നമ്മുടെ അന്റാർട്ടിക്ക ഉള്ളത്. വലിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഗ്ലേഷ്യേഴ്സ് ഒക്കെ തന്നെ പലപ്പോഴും അഫക്റ്റഡ് ആകുന്നു എന്ന രീതിയിലേക്ക് തന്നെ വാർത്തകൾ പൊതുവിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ന്യൂസിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതി കൂടിയാണ് ഈ അന്റാർട്ടിക്കൻ റീജിയൻ. ഓക്കെ, പലപ്പോഴും റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടും ഈ മേഖല നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് അവിടെ ആളുകൾ പ്രദേശങ്ങളിൽ പോകാറൊക്കെയുള്ളത്. ഓക്കെ, സോ എനിവേ അന്റാർട്ടിക് ട്രീറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അന്റാർട്ടിക്കയിൽ ഒരു സമാധാനപരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സയന്റിഫിക് കോർപ്പറേഷൻ ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അതിന് വേണ്ടിയിട്ടൊക്കെ മാത്രം അന്റാർട്ടിക്കൽ മേഖല ഉപയോഗിക്കുക, അല്ലാണ്ട് വേറെ എന്താ പറയുക വാർ ലൈക്ക് കണ്ടീഷൻസ് വേണ്ടി അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ട്രീറ്റിയാണ് അന്റാർട്ടിക് ട്രീറ്റി, വിച്ച് വാസ് സൈൻഡ് ഇൻ 1951, which came into force in 1961, and which was established Antarctica as a region dedicated to peaceful purposes. ആ മേഖലയിൽ പീസ്ഫുൾ ആയിട്ടുള്ള പർപ്പസസ് കണ്ടക്ട് ചെയ്യാനായിട്ട്, സച്ച് ആസ് സയന്റിഫിക് കോപ്പറേഷൻ ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഇതിനു വേണ്ടിയിട്ടാണ് അന്റാർട്ടിക് ട്രീറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇന്ത്യ ഇപ്പം നിലവിൽ ഭാഗമാണ്. ഇന്ത്യ ഇതിനകത്തോട്ട് എന്നാണ് ഭാഗമായെന്ന് ചോദിച്ചാൽ 1983 ആ പോയിന്റ് ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇത് തുടക്ക സമയത്ത് ഇന്ത്യ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ 1983 ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ചേർന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ മൊത്തം 56 രാജ്യങ്ങൾ ഇതിന്റെ മെമ്പർഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കാം. ദെൻ ഇതിന്റെ ഭാഗമായിട്ടാണ് അന്റാർട്ടിക് ട്രീറ്റി സെക്രട്ടേറിയറ്റ് നടത്താറുണ്ട്. മീൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബാണ് ഈ അന്റാർട്ടിക് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഹബ്ബാണ്. അതായത് അതിന്റെ പാർട്ടിസിപ്പേഷൻ ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അന്റാർട്ടിക്കയിൽ ഈ പറഞ്ഞ പോലെ റിസർച്ച് കാര്യങ്ങളിൽ സഹായിക്കുക, ഇങ്ങനെയുള്ള ഒരു കോപ്പറേഷൻ ഒക്കെയാണ് അന്റാർട്ടിക് ട്രീറ്റി സെക്രട്ടേറിയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പറയുന്ന ഈ അഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടോ, മീൻസ് വാർ ലൈക്ക് കണ്ടീഷൻസ് വേണ്ടി അവിടെ ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും അന്റാർട്ടിക് ട്രീറ്റി സെക്രട്ടേറിയറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തായാലും ബേസിക്കലി ഓർക്കണം, അന്റാർട്ടിക് മേഖലയിലെ പീസ്ഫുൾ പർപ്പസിന് വേണ്ടി അന്റാർട്ടിക് റീജിയൻ പീസ്ഫുൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക, സയന്റിഫിക് കോർപ്പറേഷൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അന്റാർട്ടിക് ട്രീറ്റിയുടെ ഭാഗമായിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യ ഇതിനകത്ത് ജോയിൻ ചെയ്തത് 1983 കാര്യം ഓർക്കുക. അപ്പം ഇനീഷ്യലി ഇന്ത്യ ഇതിന്റെ മെമ്പർ അല്ലായിരുന്നില്ല, പിന്നീടാണ് ഇന്ത്യ ഇതിന്റെ മെമ്പറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നിന്ന് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള, ഇപ്പം റിസർച്ച് പർപ്പസിന് അവിടെ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഒരുപാട് റിസർച്ച് സ്റ്റേഷൻസ് അവിടെയുണ്ട്. ഇന്ത്യക്ക് 3 റിസർച്ച് സ്റ്റേഷൻസ് അന്റാർട്ടിക്കയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ കറന്റ് ഓപ്പറേഷൻ ഫുൾ ഫ്ലെഡ്ജ് ഓപ്പറേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് 2 ഉള്ളൂ, മൈത്രിയും ഭാരതിയും. നമ്മുടെ ഫസ്റ്റ് റിസർച്ച് സ്റ്റേഷനാണ് ദക്ഷിൺ ഗംഗോത്രി. അത് ചോദിക്കാം, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഫസ്റ്റ് റിസർച്ച് സ്റ്റേഷനാണ് ഏതാണ്? ദക്ഷിൺ ഗംഗോത്രിയാണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ സയന്റിഫിക് റിസർച്ച് ബേസ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ഇൻ അന്റാർട്ടിക്കയാണ്. പക്ഷേ ഇപ്പം നിലവിൽ ഇത് അത്ര സ്ട്രോങ് അല്ല, മീൻസ് ഇറ്റ് ഹാസ് വീക്കൻഡ് ആൻഡ് ബിക്കം ജസ്റ്റ് എ സപ്ലൈ ബേസ് ആയിട്ട് മാത്രമാണ് ഈ ദക്ഷിൺ ഗംഗോത്രി ഇപ്പം പ്രവർത്തിക്കുന്ന. റിസർച്ച് സ്റ്റേഷൻസ് 2 മൈത്രിയും ഭാരതിയുമാണ് നിലവിൽ നമുക്കുള്ളത്. മൈത്രി ഈസ് ഇന്ത്യ സെക്കൻഡ് പെർമനന്റ് റിസർച്ച് സ്റ്റേഷൻ. ഫസ്റ്റ് ദക്ഷിൺ ഗംഗോത്രി ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് മൈത്രി. ഇറ്റ് വാസ് ബിൽഡ് ആൻഡ് ഫിനിഷ്ഡ് ഇൻ 1989 ഇത് ഫിനിഷ് ചെയ്തത്. ആൻഡ് മൈത്രി ഈസ് സിറ്റുവേറ്റഡ് ഓൺ എ റോക്കി മൗണ്ടൻസ് റീജിയൻ കോൾഡ് മിച്ചാഷർ ഒയാസിസ്. ഓക്കെ, ആ ഒരു റോക്കി മൗണ്ടൻസ് റീജിയനിലാണ് മൈത്രി സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ മൈത്രിക്ക് ഈ പറഞ്ഞ പോലെ അറൗണ്ട് ആയിട്ട് ഇന്ത്യ ഹാസ് ബിൽഡ് എ ഫ്രഷ് വാട്ടർ ലേക്ക് നോൺ ആസ് ലേക്ക് പ്രിയദർശിനി. ലേക്ക് പ്രിയദർശിനി ഏത് റിസർച്ച് സ്റ്റേഷന് ചുറ്റും ഇന്ത്യ പണിതാണ്? മൈത്രി റിസർച്ച് സ്റ്റേഷന് ചുറ്റും എന്നുള്ള കാര്യം ഓർക്കണം. ദെൻ ഭാരതി ഈസ് ദ ലേറ്റസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ ഓപ്പറേഷൻ സിൻസ് 2012. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ അന്റാർട്ടിക്കൽ റിസർച്ച് സ്റ്റേഷനാണ് ഭാരതി. ആൻഡ് ഈ പറഞ്ഞ ഏകദേശം 3000 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് മൈത്രിയിൽ നിന്നും 3000 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ഭാരതി സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർക്കണം. നിലവിലെ കറന്റ് ഫുൾ ഫ്ലെഡ്ജ് ഓപ്പറേഷൻ മൈത്രിയും ഭാരതിയാണ്. ദക്ഷിൺ നമ്മുടെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷൻ ഇപ്പം ജസ്റ്റ് ഒരു സപ്ലൈ ബേസ് ആയിട്ട് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സൈക്ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. എനിവേ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഒന്നുകൂടെ റികളക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്, അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കേട്ടതിന് ശേഷം ഈ ഒരു ടോപ്പിക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആൻസർ ഇതിനകത്ത് ഓപ്ഷൻസ് എ ആയോ ബി സി ഡി ആ 4 ഓപ്ഷൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്ന ആൻസർ ഈ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്